ആർ സുഗതൻ നിയമവിരുദ്ധമായിട്ട് ഈ കൗൺസില് അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. മീറ്റിങ്ങിനകത്ത് ലീവെന്ന് പറയുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരവ് തന്നെ, അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു തരത്തിലും സമൂഹത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. തെറ്റായ ഒരു വിവരം ഈ കൗൺസിലിനകത്ത് നിയമവിരുദ്ധമായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് തിരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കേണ്ടത് സെക്രട്ടറിയാണ്. സെക്രട്ടറി മൗനം പാലിക്കുകയാണ് ഇതിനകത്ത്. അജണ്ടയിൽ പറഞ്ഞ കാര്യങ്ങൾ കൗൺസിൽ അംഗങ്ങൾക്ക് അതിൽ കാതലായ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം, അതിലെന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കൂടുതൽ ഊർജിതമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയാം. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം നടന്നിരിക്കുകയാണ്. ഈ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയം ഇന്നുമായിരിക്കുന്നത് വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതൻ്റെ ലീവ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിലനിൽക്കില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രധാനമായും SP ദീപക് ഉൾപ്പെടെയുള്ള CPMൻ്റെ കൗൺസിലർമാർ ഈ ഒരു ലീവിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ രംഗത്ത് വന്നത്. എന്തായാലും കൗൺസിൽ യോഗം നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ അവധി അറിയിച്ചിട്ടുള്ള കൗൺസിലർമാർ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതൻ R, പുന്നയ്ക്കാമുകൾ വാർഡ് കൗൺസിലർ ശിവജി RP, കവടിയാർ വാർഡ് കൗൺസിലർ KS ശബരിനാഥൻ എന്നിവരുടെ അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. ഔദ്യോഗിക വിഷയങ്ങളായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ഈ ആർ സുഗതൻ നിയമവിരുദ്ധമായിട്ട് ഈ കൗൺസില് അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. കാരണം ഈ കൗൺസിലിൻ്റെ മീറ്റിങ്ങിനകത്ത് ലീവെന്ന് പറയുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. എന്തെങ്കിലും കാരണവശാൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ഘട്ടം വരുമ്പോഴത്തേക്കാണ് ലീവ് അപേക്ഷ കൊടുക്കുന്നത്. അതല്ലാതെ കാപ്പ കേസിനകത്ത് പ്രതി ചേർത്ത് ഹൈക്കോടതി ഉൾപ്പെടെയുള്ളവരുടെ ഡീറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രതിക്ക് ഒരു ആനുകൂല്യം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതി ആ സുഗതൻ്റെ കേസ് ബെഞ്ചിനകത്ത് വരുമ്പോൾ ആ കേസിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കാരണവശാലും ഒരു ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു പ്രിവിലേജും ഈ കാപ്പ കേസിൻ്റെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്ത സുഗതനെ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് വരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിലിൽ പോയി ഈ സുഗതൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു കത്ത് രേഖാമൂലം ഇവിടെ മേയർ വായിക്കുകയുണ്ടായി. ആ കത്ത് തന്നെ ആഭ്യന്തര വകുപ്പ് പിൻവലിക്കുകയും അത് ശരിയായ നടപടിയല്ല എന്നുള്ളത് രേഖപ്പെടുത്തി ഇവിടെ നമ്മുടെ കോർപ്പറേഷൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അത്തരം നടപടിയെടുത്തവർക്കെതിരെ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് പോലും ഗവൺമെൻറ് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് തന്നെ അങ്ങനെ ഒരു ഉത്തരവ് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ആഭ്യന്തര വകുപ്പിലേക്ക് വന്നിട്ടുള്ള സുഗതൻ്റെ ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ജയിലിൽ നിന്ന് സൂപ്രണ്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള ആഭ്യന്തര വകുപ്പിലേക്കും അതുപോലെ തന്നെ DGP മുഖാന്തരം ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നതല്ല. അതിനുള്ള നിയമസാധ്യത തന്നെ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഇവിടെ 6 മാസത്തേക്ക് ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഈ നിയമത്തിനകത്ത് പറയുന്നുണ്ടോ ഈ കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഒരാളെ കോടതി തന്നെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കണം? ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരവ് തന്നെ, അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു തരത്തിലും സമൂഹത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴത്തേക്കാണ് ഒരു നിയമ നടപടിയാണത്. ആ നിയമ നടപടിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തെ ഇന്നിപ്പോൾ വെയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ വെയ്യൂർ ജയിലിൽ മാറ്റുന്ന പ്രതിക്ക് ഒരു നിയമത്തിൻ്റെ പരിരക്ഷയും കൊടുത്തുകൊണ്ട് ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ കൗൺസിലിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടുന്നുള്ളതല്ല. കഴിഞ്ഞ കൗൺസിലിനകത്ത് 6 മാസത്തേക്ക് ലീവ് സാങ്ഷനാക്കിയപ്പോൾ തന്നെ അതിൻ്റെ മിനിറ്റ്സ് എഴുതി ആ മിനിറ്റ്സ് രേഖാമൂലം വന്നപ്പോൾ തന്നെ സെക്രട്ടറിക്ക് ആ ഭാഗം തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ള ആവശ്യവും ഞാൻ ഈ സെക്രട്ടറിക്ക് രേഖാമൂലം കൊടുത്തിരുന്നത് ആണെന്നുള്ളതാണ്.
ഒരു കൗൺസിൽ അംഗത്തിന്റെ മൗലികമായിട്ടുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ അതിന്റെ മിനിറ്റ്സ് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കൗൺസിൽ അംഗം എന്നുള്ള രൂപത്തിൽ ആ കഴിഞ്ഞ കമ്മിറ്റിയുടെ എന്തൊക്കെ തീരുമാനമാണെന്നുള്ളതിന്റെ മിനിറ്റ്സ് ഇവിടെ കൊടുക്കേണ്ടതാണ്. ആ മിനിറ്റ്സ് ഇവിടെ കൊടുക്കുന്നില്ല. ആ മിനിറ്റ്സിനകത്ത് രേഖപ്പെടുത്തുന്നതിനകത്ത് സത്യസന്ധമായി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വഴിവിട്ട് തെറ്റായ രൂപത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇവിടെ മിനിറ്റ്സ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിൽ യോഗത്തിനകത്ത് മേയർ നിരന്തരമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മിനിറ്റ്സിനകത്ത് എഴുതി കയറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിനകത്ത് മേയർ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായോ? ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് എണീറ്റപ്പോഴത്തേക്ക് എൻ്റെ മൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഉൾപ്പെടെയുള്ള വിഷ്വൽസ് പിന്നെ വീഡിയോ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ശരിയായ രൂപത്തിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള അവകാശം പോലും നിഷേധിക്കുന്ന രൂപത്തിലേക്ക് കൗൺസിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? യഥാർത്ഥത്തിൽ സെക്ഷൻ 40 മുനിസിപ്പൽ ആക്ട് 46 അനുസരിച്ച് ഈ പറയുന്ന സെക്രട്ടറിക്ക് ചുമതലയുണ്ട് ഈ കാര്യത്തിനകത്ത്. തെറ്റായ ഒരു വിവരം ഈ കൗൺസിലിനകത്ത് നിയമവിരുദ്ധമായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് തിരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കേണ്ടത് സെക്രട്ടറിയാണ്. സെക്രട്ടറി മൗനം പാലിക്കുകയാണ് ഇതിനകത്ത്. ഒരു മുനിസിപ്പൽ ചട്ടനകത്തിനകത്ത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആ നിയമവ്യവസ്ഥയ്ക്കകത്ത് ഒരു സ്ഥലത്തും പറയുന്നില്ല 6 മാസത്തേക്ക് കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഒരാളെ ഇവിടെ ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്ത ഒരാളെ നിയമവിരുദ്ധമായി വീണ്ടും വീണ്ടും ഈ കൗൺസിൽ യോഗത്തിനകത്ത് വന്ന് ലീവ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് തെറ്റായ ചട്ടവിരുദ്ധമായിട്ടുള്ള നിയമ നടപടിയാണ്. അതിനെ സംബന്ധിച്ച് നിയമപരമായി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേൽഘടകങ്ങളായിട്ടുള്ള ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ തന്നെ രേഖാമൂലം കൊടുത്തിട്ടുള്ളതാണ്. സെക്രട്ടറിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നതിന് പകരം ഇത് വീണ്ടും വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ കൗൺസിലിന് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഭൂരിപക്ഷ അടിസ്ഥാനത്തിനകത്ത് തീരുമാനം എടുക്കാം. പക്ഷെ അതൊന്നും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിക്കകത്ത് പോകുമ്പോൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നുള്ള കാര്യത്തിനകത്ത് മാത്രം ബഹുമാനപ്പെട്ട മേയറും ഇത്തരം നടപടിയെടുക്കുന്നവരും മനസ്സിലാക്കിക്കൊണ്ടാൽ മതി എന്നുള്ളതാണ്. ഇത്തരം ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ സഭയ്ക്ക് നടത്തുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിയണമെന്നുള്ളതും ഈ ലീവ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയിലേക്ക് മേയർ മാറരുത് എന്നുള്ളത് അടിവരയിട്ട് ഞങ്ങൾ പറയാം. സപ്ലിമെന്ററി ലിസ്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരമനാജിത്തിനെ ക്ഷണിക്കുന്നു. കരമനാജിത്ത് മൈക്ക് കരമനാജിത്തിന് കൊടുക്കൂ. മൈക്ക് കരമനാജിത്തിന് കൊടുക്കൂ. അജണ്ട വായിക്കട്ടെ. കരമനാജിത്തിന് മൈക്ക് കൊടുക്കൂ. കരമനാജിത്ത് അംഗീകരിക്കുന്ന വിഷയം. രണ്ടാമത്തേത് 2026-27 വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവർ ലിസ്റ്റ് അംഗീകരിക്കുന്ന വിഷയം. മൂന്നാമത്തെ വിഷയം 2026-27 വാർഷിക പദ്ധതി ഭേദഗതി അംഗീകരിക്കുന്ന വിഷയം കൗൺസിൽ മുമ്പാകെ. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെയർമാൻ അവതരിപ്പിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളുണ്ട്. ചർച്ചകൾ തുടരാം. ചെയർമാൻ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചകൾ തുടരാം. അജണ്ട വായിച്ച സ്ഥിതിക്ക് അജണ്ടയിൽ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അജണ്ടയിൽ പറഞ്ഞ കാര്യങ്ങളിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അജണ്ടയിൽ പറഞ്ഞ കാര്യങ്ങൾ കൗൺസിൽ അംഗങ്ങൾക്ക് അതിൽ കാതലായ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം, അതിലെന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കൂടുതൽ ഊർജിതമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും അക്കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കാനുണ്ടോ? യെസ്, ആ മേരി പുഷ്പത്തിന്റെ മൈക്കൊന്ന് കൊടുക്കൂ. മേരി പുഷ്പത്തിന്. സാർ, ഇത് പ്രോജക്റ്റ് നമ്പർ 746 കുറച്ച് മാത്രമേ, അത്യാവശ്യം കുറച്ച് മാത്രമേ ഇവിടെ വന്നിട്ട് നോക്കിയതാണ്. വാസ്തവത്തിൽ ഒട്ടും ടൈം കിട്ടിയില്ല. അതായത് സ്പിൽ ഓവറിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. ഇതിൽ വരുമ്പോൾ ഉപേക്ഷിക്കപ്പെടേണ്ടത് നഗരസഭയിലെ കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്നതിന് ജീവനക്കാരുടെ വേതനം, വാഹന സൗകര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഓട്ടോറിക്ഷ, പിക്കപ്പ് വാൻ, ഓട്ടോറിക്ഷ, ടാക്സി, വ്യക്തിഗതം, വനിത, പുരുഷൻ,
അതുപോലെ സ്വയം തൊഴിലിന് ടാക്സിക്കാർ, പിക്കപ്പ് വാൻ, വ്യക്തിഗതം, വനിത, ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കട, ഇതെല്ലാം ഉപേക്ഷിക്കാനായിട്ടായിരുന്നു സാർ. അത്യാവശ്യം ഓടിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആവശ്യമുള്ളതാണ്. നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ പ്രോജക്റ്റ് നമ്പർ 306, അവരുടെ പ്രോജക്റ്റ് ഒന്നും നോക്കിയില്ല, ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം. അതുപോലെ 305 സ്കൂളുകളിൽ സ്പോർട്സ് കിറ്റ് വിതരണം. സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കും എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കും കിറ്റ് വിതരണം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിക്കാനാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് പുനഃപരിശോധിച്ചേ പറ്റുള്ളൂ. എന്തായാലും കൗൺസിൽ യോഗത്തിൽ കൗൺസിലറായ സുഗതൻ്റെ ലീവ് ആപ്ലിക്കേഷൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള വാദം തന്നെയാണ് ആദ്യഘട്ടവും അവസാന ഘട്ടവും എല്ലാം തന്നെ കൗൺസിൽ യോഗത്തിൽ പ്രധാനമായും CPM കൗൺസിലർമാർ ഉയർത്തിയത്. ഈ ഒരു ലീവ് ആപ്ലിക്കേഷൻ അനുവദിക്കരുത് എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് CPM ഈ ഒരു കൗൺസിൽ യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.